ഹായ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തംബ്നെയിൽ കണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ നിൽക്കുമ്പോൾ മറ്റു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും പ്രസൻറ്റ് മൊമെൻറ്റിലാണോ ഉള്ളത് എന്ന് ചോദ്യം ശരിക്കും ചോദിച്ചു നോക്കുക. 90-99% ആളുകളും പറയാം അല്ല എന്നുള്ളതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ലൈഫ് വന്നതിന് ശേഷം നമുക്ക് ബോറിങ് എന്നുള്ള സംഗതി ഇല്ലാണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മൈൻഡ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെ ബോറിങ് ഇല്ലാതായി എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. തീരെ കോൺസെൻട്രേഷൻ കിട്ടില്ല, തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. വേറെ ഉപയോഗങ്ങളുണ്ട്, അത് ചിലപ്പം പഴയതിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ ജീവിതം എന്നൊരു യാത്ര സന്തോഷം അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ കാര്യം? സോ ഞാൻ എൻ്റെ വീഡിയോ അധികം നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നില്ല, അല്ലെങ്കിൽ കുറേ മെത്തേഡുകൾ പറഞ്ഞു തരുന്നില്ല. ഒറ്റ മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയെ നമ്മൾ വാച്ച് ചെയ്യുക. നമ്മൾ വേറെ ഏതോ ലോകത്താണെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റിലാണെങ്കിൽ നമ്മുടെ ചിന്തയെ വാച്ച് ചെയ്യാമെന്ന് ചിന്തിക്കുക. അങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ ശരിക്കും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ വരുന്നുണ്ട്. അത് നമുക്ക് കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ കഴിയും. ഞാൻ പണ്ട് ഒരു ക്ലാസ്സിൽ പോയപ്പോൾ നിസ്കാരത്തിൽ ഒരാൾ ചോദിച്ചു, ക്ലാസ് എടുക്കുന്ന ആൾ ചോദിച്ചു, നിസ്കാരത്തിൽ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഒരു 5 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലോട്ട് വരും. നിസ്കരിക്കുന്ന സമയത്ത് 5 പ്രാവശ്യം ഒന്ന് ആലോചിച്ചോ എന്ന്. ആ ഒരു ചിന്ത കുറച്ച് ഒന്നും കൂടെ നിസ്കാരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത് നിങ്ങളുടെ ചിന്തയെ വാച്ച് ചെയ്യുക. ചിന്തയെ ജസ്റ്റ് വാച്ച് ചെയ്യുക. അതിനെ ജഡ്ജ് ചെയ്യൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ എന്തിനെങ്ങനെ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അഡ്വൈസ് ചെയ്യാൻ പോകുന്നു വേണ്ട. ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. ഇത് സ്ഥിരമായിട്ട് ചെയ്തു നോക്കുക. എന്നാൽ നമ്മുടെ ചിന്ത കുറേ ഇമ്പ്രൂവ് ആവും. മാത്രമല്ല നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് ചിന്തയെ കൊണ്ടുവരാനും പറ്റും. ഇതൊന്ന് ചെയ്തു നോക്കുക. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒറ്റ കാര്യം കൂടുതലായിട്ട് ചെയ്തു നോക്കുക. അത് തന്നെയാണ് ഏറ്റവും ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇത് ചെയ്തു നോക്കിയിട്ട് ബാക്കി എന്തിലോട്ടും നോക്കിയാൽ മതി. കാരണം ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ കൂടുതൽ മൈൻഡ്ഫുൾ ആകാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഇത് ചെയ്തു നോക്കുക. ദെൻ എക്സ്പ്ലോർ യുവർ സെൽഫ്.